നമസ്കാരം. അച്യുത് ചേതൻ്റെ ഫൗണ്ടിങ് ദ മദേഴ്സ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇത്തരം സ്ത്രീ സംവരണങ്ങൾ ഭാരതീയ സംസ്കാരത്തെയും പുരുഷന്മാർക്ക് നേരെയുള്ള സ്ത്രീകളുടെ ബഹുമാനത്തെയും കാര്യമായി ബാധിക്കുമെന്ന് പറയുന്നു. ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് നിലവിലെ ഇന്ത്യയിലെ നിയമ സാമാജികരാണെന്ന് പറയുമ്പോൾ ഇത്തരം പുരുഷ മേധാവിത്വ സമൂഹത്തിലേക്കാണ് സ്ത്രീ സംവരണം എന്ന വിപ്ലവവുമായി നാം കടന്നു ചെല്ലേണ്ടതെന്ന് ഞാൻ ആദ്യമായി തുടക്കം കുറിക്കുകയാണ്. 70 വർഷത്തെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേവലം 15% പോലും സ്ത്രീ പാർലമെൻറ്റേറിയനുകൾ ഇല്ലാത്ത നാട്ടിൽ, എന്നാൽ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾ മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ 7 തവണ വരെ കൂടിയിട്ടുണ്ടെങ്കിലും ഇവരുടെ വിജയസാധ്യത കുറഞ്ഞു വരുമ്പോൾ സ്ത്രീ സംവരണത്തിൻ്റെ ആവശ്യകത അവിടെ കൂടി വരികയാണ്. ഇതിൻ്റെ വിജയ ഉദാഹരണം ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുകയാണ്. 73 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ സ്ത്രീ സംവരണം ഏർപ്പാടാക്കിയപ്പോൾ ഇന്ന് 44% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ വഹിക്കുമ്പോൾ ഇന്ന് ലോകത്തിലെ തന്നെ സ്ത്രീകൾ ഏറ്റവും അധികമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രാജ്യമായി ഇന്ത്യ മുന്നോട്ട് വരികയാണ്.